SSLC കെമിസ്ട്രിയിൽ നിന്നും 2025 ഓണം എക്സാമിന് പുറത്തിറക്കിയ SCRT മാതൃകാ ചോദ്യ പേപ്പറിലെ മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളുമാണ്. മക്കളെ, ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് റെപ്രസെന്റ് ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? ഈ തന്നിരിക്കുന്നതിൽ നൈലോൺ 66ന്റെ മോണോമറുകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏതൊക്കെയാണ് നൈലോൺ 66ന്റെ മോണോമർ? ഒന്ന് ഹെക്സാമെഥിലീൻ ഡയമീൻ, രണ്ട് അഡിപ്പിക് ആസിഡ്. അല്ലെ, ഇത് രണ്ടും ചേർന്നിട്ടാണ് നൈലോൺ 66 ഉണ്ടാകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ അഡിപ്പിക് ആസിഡിന്റെ ഫോർമുല? ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ COOH പ്രസന്റ് ആണ്, അല്ലെ, ആൻഡ് CH2 4 times COOH. This is adipic acid. ഇതാണ് അഡിപ്പിക് ആസിഡ്. ഇത് നമ്മൾ n ടൈംസ് എടുക്കുകയാണ്. ഇത് ഹെക്സാമെഥിലിൻ ഡയമീനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഹെക്സാമെഥിലിൻ ഡയമീനസ് NH2 CH2 6 times NH2. ഇതാണ് ഹെക്സാമെഥിലിൻ ഡയമീൻ. എന്താണ് സംഭവിക്കുന്നത്? ഈ COOHന്റെ OHും ഹെക്സാമെഥിലിൻ ഡയമീനിലെ ഒരു ഹൈഡ്രജനും ചേർന്ന് H2O വെള്ളമായിട്ട് പുറത്തേക്ക് പോകും. എലിമിനേഷൻ നടക്കും, അല്ലെ? ബാക്കിയുള്ള ആളാണ് ആര്? നൈലോൺ 66. ബാക്കിയുള്ളവർ കമ്പൈൻ ചെയ്യും. അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ഇവിടുത്തെ OHനെയും NH2ലെ ഒരു Hനെയും ഉൾപ്പെടുത്തരുത്. അത് അപ്പുറത്തെ മോണോമറുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ കിട്ടുന്നത് ഇതാണ് കുഞ്ഞുങ്ങളെ. CO ഇവിടെയുണ്ട്, CH2 4 times ഉണ്ട്, ആൻഡ് CO ഇവിടുത്തെ CO OHും അപ്പുറത്തെ Hും കൂടെ പോയി. ബാക്കിയുള്ളത് NH അല്ലെ? NH2ലെ ഒരു H ഇവിടുത്തെ OHന്റെ കൂടെ H2O വെള്ളമായിട്ട് പോയി. ബാക്കിയുള്ള NH, ആ NH അങ്ങനെ തന്നെ എഴുതുക. ആൻഡ് CH2 6 times NH2 എഴുതാൻ പാടില്ല, NH എഴുതുക. ഇത് n ടൈംസ് കാണും. ഇതാണ് എന്ത്? നൈലോൺ 66. നൈലോൺ 66. ഓക്കെ, അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ് അതിന്റെ മോണോമറുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. An alkene X with 2 carbon atoms undergo addition reaction with hydrogen to get the product Y. 2 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ X എന്ന ആൽക്കീൻ ഹൈഡ്രജനുമായിട്ട് അഡീഷൻ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ Y എന്ന ഉൽപ്പന്നം ഉണ്ടാകുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാണ്? ആൽക്കീൻ ആണ്, അല്ലെ? ആൽക്കീൻ ആണ് അഡീഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ആദ്യം തന്നിരിക്കുന്ന കോമ്പൗണ്ട് C2H4, അതൊരു ആൽക്കീൻ ആണ്, അല്ലെ? രണ്ടാമത് തന്നിട്ടിരിക്കുന്നത് C2H6. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോ, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കുക. ആ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം X ആണെങ്കിൽ ഒരു ആൽക്കീന്റെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2X ആയിരിക്കും. കാർബൺ 2 ആണെങ്കിൽ ഹൈഡ്രജൻ 4, കാർബൺ 3 ആണെങ്കിൽ ഹൈഡ്രജൻ 6, കാർബൺ 4 ആണെങ്കിൽ ഹൈഡ്രജൻ 8. സോ ആൽക്കീന്റെ പ്രത്യേകത എന്താ? കാർബൺ ആറ്റങ്ങളുടെ ഇരട്ടി എണ്ണം, ഡബിൾ എണ്ണം ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് ആൽക്കീൻ ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണെന്ന് ഓർത്തു. ആൽക്കീൻ, ഈൻ എന്ന് പറഞ്ഞാൽ കാർബണിനും കാർബണിനും ഇടയിൽ ദ്വിബന്ധനം, ഡബിൾ ബോണ്ട് ഉള്ള ആളുകളാണ്. അപ്പൊ കാർബൺ ആറ്റത്തിന്റെ ഇരട്ടി എണ്ണം ഹൈഡ്രജൻ ആറ്റം ഉള്ള ആളാണ് ആൽക്കീൻ. അപ്പൊ ഇതൊരു ആൽക്കീൻ അല്ല, C2H6 ആ. കാർബൺ 2 ഹൈഡ്രജൻ 6, ഇരട്ടിയാണോ? അല്ല, 2ന്റെ ഇരട്ടി 4, അല്ലേ? അടുത്തത് C2H2, കാർബണിന്റെ എണ്ണം 2, ഹൈഡ്രജന്റെ എണ്ണവും 2, അതൊരു ആൽക്കൈനാ, അത് ആൽക്കീൻ അല്ല കുഞ്ഞുങ്ങളെ. അടുത്തത് C2H4, അതൊരു ആൽക്കീൻ ആണ്. C2H4, 2 കാർബൺ ആറ്റം 4 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ കാർബൺ ആറ്റത്തിന്റെ ഇരട്ടി, ഡബിൾ എണ്ണം ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ അതൊരു ആൽക്കീൻ ആയിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏതുമാകാം, അല്ലെ? C2H4 രണ്ടും ആൽക്കീൻ ആണ്. ഈഥീൻ ആണ്, 2 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കീൻ ആണ്, ഈഥീൻ. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു അഡീഷൻ രാസപ്രവർത്തനമാണ്, അല്ലെ? എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ ഒന്നും അല്ല. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ അഡീഷനിൽ എന്താ സംഭവിക്കുക? C2H4 എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് C2H4 എന്ന് പറയുന്ന ഈഥീൻ. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കുഞ്ഞുങ്ങളെ സംഭവിക്കുക? ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടും. ആരാ ആഡ് ചെയ്യുന്നത്? H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹൈഡ്രജനും, 2 ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുക. സോ ഈ ഡബിൾ ബോണ്ട് പൊട്ടി ഒരു ഹൈഡ്രജൻ ഇവിടേക്കും വരും, ഒരു ഹൈഡ്രജൻ ഇവിടേക്കും വരും. ഇതാണ് എന്ത്? അഡിഷൻ റിയാക്ഷൻ. ഒരു ഹൈഡ്രജൻ ഇവിടേക്കും, ഒരു ഹൈഡ്രജൻ ഇവിടേക്കും. അപ്പൊ ഡബിൾ ബോണ്ട് പൊട്ടി കാർബണും കാർബണിനും ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി. CH2 എന്നുള്ളത് CH3 എന്നായി. കാരണം അഡിഷൻ റിയാക്ഷൻ, ആഡ് ചെയ്യപ്പെട്ടു, ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടു, ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ എന്താ കിട്ടുക? CH3 കിട്ടുക.
CH3 എന്ന് പറഞ്ഞാൽ 1 2 കാർബൺ ആറ്റം അല്ലെ, C2 3 6 ഹൈഡ്രജൻ ആറ്റം, H6. സോ C2H6 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അപ്പൊ X C2H4 ആണെങ്കിൽ Y എന്തായിരിക്കും? C2H6 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരി. CH3 ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, ഉൽപ്പന്നം. CH3 എന്ന് പറഞ്ഞാൽ 1 2 കാർബൺ ആറ്റം, H3യിലും 3 6 ഹൈഡ്രജൻ ആറ്റം, അതാണ് C2H6. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. സെറ്റ് 1ൽ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നിരിക്കുകയാണ്. സെറ്റ് 2ൽ അതിന്റെ കോമൺ നെയിം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അതിന്റെ കോമൺ നെയിമുമാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, ആദ്യത്തത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എന്താ? OH ഏറ്റവും സിമ്പിൾ അല്ലേ? OH ആരുടെ ഫങ്ഷണൽ ഗ്രൂപ്പാ? ആൽക്കഹോളുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് OH ഗ്രൂപ്പ് അല്ലെ. ഇപ്പൊ CH2 CH3OH, CH2OH, ഇത് നിങ്ങൾ കണ്ടിരിക്കും. എത്തനോൾ എന്നാണ് ഇതിന്റെ പേര് അല്ലെ, എത്തനോൾ. സോ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ അതൊരു ആൽക്കഹോൾ ആണ്. അപ്പൊ ഡി എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. D3 ആണ്. ഡി എന്താണ് കുഞ്ഞുങ്ങളെ? 3 ആണ്. റെഡി, ആൽക്കഹോൾ ആണ്. OR എന്താ? OR എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പാ. ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ഈഥറുകളാ. അപ്പൊ A എന്ന് പറയുന്നത് 4 ആണ്. ഈഥർ ഓർമ്മയില്ലേ? ഒരു ഓക്സിജൻ എഴുതി അപ്പുറത്തും ഇപ്പുറത്തും 2 വാലിട്ടിട്ട് അവിടെ R ഗ്രൂപ്പുകൾ CH3 CH2 CH3 ഒക്കെ വരുന്നതാണ് ഈഥറുകൾ. അപ്പൊ ഈഥറുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണിത്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക കേട്ടോ, ആൽക്കോക്സി ഗ്രൂപ്പ്. അടുത്തത് CHO ആരാ? ആൽഡിഹൈഡുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് CHO. എന്താണ്? ആൽഡിഹൈഡ്. അപ്പൊ B എന്ന് പറയുന്നത് 1 ആണ്. ലാസ്റ്റ് വൺ COOH ആരുടെ ഫങ്ഷണൽ ഗ്രൂപ്പാ? CH3COOH. ഇതിന്റെ പേരെന്താ? അസറ്റിക് ആസിഡ് അല്ലെ, അസറ്റിക് ആസിഡ് എന്ന് ഇതിന്റെ പേര്. അപ്പൊ COOH കാർബോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, കാർബോക്സിലിക് ആസിഡുകളുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണടാ. സോ COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് 2 ആണ്. അപ്പൊ A4 ആയിട്ട് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. B ആകാം, C ആകാം. അടുത്തത് B1 ആയിട്ട് വരുന്നു. രണ്ടിനും B1 ആണ്. അടുത്തത് C2 ആണ്, ആൻഡ് D3 ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ C. നിങ്ങൾ ഇത് പിക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആയിട്ടാണോ പിക്ക് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, C ആണ് ആൻസർ. ഓക്കെ, A4 B1 C2 D3 വരുന്ന C എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാന ചോദ്യം ഇതാണ്. The subshell electron configuration of an element X with atomic number 23 is 1s2, 2s2, 2p6, 3s2, 3p6, 3d3, 4s2 and 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രസ്താവന ടൈപ്പിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ എക്സാമിന് വരുന്നതാണ്. ഒരു എലമെന്റിന്റെ, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 23. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, അതിന്റെ അറ്റോമിക് നമ്പർ 23, അറ്റോമിക സംഖ്യ 23 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക കുഞ്ഞുങ്ങളെ? 1s2, s നിറഞ്ഞതിന് ശേഷം ഇലക്ട്രോൺസ് 2sലേക്ക് പോകും. 2s നിറഞ്ഞതിന് ശേഷം ഇലക്ട്രോണുകൾ 2pയിലേക്ക് പോകും. 2p നിറഞ്ഞതിന് ശേഷം ഇലക്ട്രോണുകൾ 3sലേക്ക് പോകും. 3s നിറഞ്ഞതിന് ശേഷം ഇലക്ട്രോണുകൾ 3pയിലേക്ക് പോകും. അപ്പൊ ശ്രദ്ധിച്ചോണം, എസിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. പിയിലോ? പി സബ്ഷെല്ലിൽ 6 പേർക്ക് ഇരിക്കാം, ഡിയിൽ 10 പേർക്കും, എഫിൽ 14 പേർക്കും ഇരിക്കാം. ഓക്കെ, ആ എണ്ണം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. 3p നിറഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുക 4sലേക്കാണോ 3dയിലേക്കാണോ? ഇലക്ട്രോൺ പോകുക 4sലേക്കാണ് കേട്ടോ, അത് ഓർത്ത് വെക്കണം. 4sൽ 2 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇലക്ട്രോൺ 3dയിലേക്ക് വരിക. അപ്പൊ ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 2 2 4 6 4 10 12 18 20 ഇലക്ട്രോൺ ആയി. മൊത്തം 23 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 20 പേരും ഇരുന്ന് കഴിഞ്ഞു, ബാക്കിയുള്ള 3 പേർ 3dയിലേക്ക് പോകും. 4s നിറഞ്ഞതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺ 3dയിലേക്ക് പോകാവൂ. സോ ഇതാണ് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എ ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. The element X belongs to 4th period and second group in the periodic table. ഇത് 4th പീരീഡിലാണെന്നാ പറയുന്നത്. കറക്റ്റ് ആണ് അല്ലെ. ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് പീരീഡിന്റെ
നമ്പർ, ജസ്റ്റ് നമ്പർ. ഇവിടെ എഴുതി തന്നിരിക്കുന്നതിലെ നമ്പറുകൾ നോക്കുക. 1 ഉണ്ട്, 1നേക്കാൾ വലുതായിട്ട് 2 ഉണ്ട്, 2നേക്കാൾ വലുതായിട്ട് 3 ഉണ്ട്, 3നേക്കാൾ വലുതായിട്ട് 4 ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് പീരീഡിന്റെ നമ്പർ. സോ പീരീഡ് നമ്പർ ഇസ് 4. 4നേക്കാൾ വലിയ നമ്പർ ഉണ്ടോ? ഇല്ല. 5 ഉണ്ടോ ഇതിൽ? ഇല്ല. 5 ഉണ്ടായിരുന്നെങ്കിൽ പീരീഡ് നമ്പർ 5 ആയേനെ. 6 ഉണ്ടായിരുന്നെങ്കിൽ പീരീഡ് നമ്പർ 6 ആയേനെ. സോ നിങ്ങൾ ഈ നമ്പർ നോക്കുക. നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ആണ് പീരീഡിന്റെ നമ്പർ. റെഡി അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണ്. അടുത്തത് ഗ്രൂപ്പ് നമ്പറാ. ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ? ഇത് ഏത് ബ്ലോക്കിൽ പെടുന്ന എലമെന്റാ? ഡി ബ്ലോക്കാ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്തിരിക്കുന്നത് ഡി സബ് ഷെല്ലിലേക്കാണ്. സോ ദിസ് ഇസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഡിയിലെ ഇലക്ട്രോണും എസിലെ ഇലക്ട്രോണും, ശ്രദ്ധിച്ചു കേട്ടോ, NS-ലെയും N-1 ഡിയിലെയും അവസാന ഡിയിലെയും എസിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ സം ചെയ്യും. 3ഉം 2ഉം 3 + 2 5. ഇത് 5th ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. സോ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്നാണ് അല്ലെ. 4th പീരീഡും സെക്കൻഡ് ഗ്രൂപ്പുമാണെന്നാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അത് തെറ്റല്ലേ? അപ്പോ അവർ പറഞ്ഞത് തെറ്റല്ലേ? അവർ സെക്കൻഡ് ഗ്രൂപ്പ് ആണ് പറഞ്ഞത്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ 5th ഗ്രൂപ്പ് എലമെന്റ്. 5ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആണിത്. വേറൊരു ട്രിക്ക് കൂടി പറയാം. അറ്റോമിക് നമ്പർ 21 തൊട്ട്, അറ്റോമിക് നമ്പർ 21 തൊട്ട് 29 വരെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം തൊട്ടിട്ട് കോപ്പർ വരെയുള്ള ആൾക്കാർ, സിങ്ക് ഇല്ലേ, കോപ്പർ വരെയുള്ള ആൾക്കാരുടെ അറ്റോമിക നമ്പറിന്റെ സം എടുത്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. അതായത് സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 അല്ലേ, അപ്പോൾ 2 1 കൂടെ ആഡ് ചെയ്താൽ 3. ഇതാണ് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ. അടുത്ത എക്സാമ്പിൾ അയൺ. അയണിന്റെ അറ്റോമിക് നമ്പർ 26 അല്ലേ, 2 6 ആഡ് ചെയ്താൽ 8 കിട്ടും. സോ അയണ് 8ാമത്തെ ഗ്രൂപ്പിലാണ്. വേറെ എക്സാമ്പിൾ മാംഗനീസ്. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 അല്ലേ, ആ 2ഉം 5ഉം കൂട്ടിയാൽ 7 കിട്ടും. സോ മാംഗനീസ് 7ാമത്തെ ഗ്രൂപ്പിലാണ്. കോപ്പർ. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29. 9ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 11, 11 കിട്ടും. സോ കോപ്പർ ഏത് ഗ്രൂപ്പിലാ? 11ാമത്തെ ഗ്രൂപ്പിലാണ്. സോ 21 മുതൽ 29 വരെയുള്ള ആളുകളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ജസ്റ്റ് അറ്റോമിക് നമ്പറിന്റെ സം എടുക്കുക. അറ്റോമിക് നമ്പർ തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ജസ്റ്റ് ഒരു ട്രിക്കാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് എസിലെയും പെനൾട്ടിമേറ്റ് ഡിയിലെ N-1 ഡിയിലെ ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്താൽ മതി. ഈ NS-ലെയും N-1 ഡിയിലെ ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്താലും ഗ്രൂപ്പ് കിട്ടും. 3 2 5, 5ാമത്തെ ഗ്രൂപ്പ്. സോ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? only statement 1 is correct. C is the right. Okay, only statement 1 is correct. പ്രസ്താവന 1 മാത്രമാണ് ശരി.